കൂട്ടുകാരെ, ഇന്ന് ശകലം മുരിങ്ങയില കിട്ടിയിട്ടുണ്ട്. നമ്മളൊന്ന് തോരൻ വയ്ക്കുകയാണ് ഒത്തിരി നാളിന് ശേഷം. ഇവിടെ നമ്മൾ കാശ് കൊടുത്താണ് വാങ്ങിക്കുന്നത്. നമ്മുടെ നാട്ടിലെ അതിരുകളിലും അവിടെ ഇവിടെ നിൽക്കുന്ന മുരിങ്ങയില ഇവിടെ നമ്മൾ കാശ് കൊടുത്താണ് വാങ്ങിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ മുരിങ്ങയ്ക്ക പിടിച്ച് ഞാൻ അപൂർവമാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്താ നോക്കിക്കോ, അത് നമ്മളത് പിച്ചി നല്ല വൃത്തിയായിട്ട് വലിയ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തൊക്കെ തോരന്മാർ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ല. ഇനി ഇത് തേങ്ങ, കുറച്ച് വെളുത്തുള്ളി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ചെറിയ ജീരകം 1/2 സ്പൂണ്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. ഞാനിതിലെ മുളക് പൊടിയാണ്, അല്ലെ വറ്റൽ മുളകും ചേർക്കാം, പച്ചമുളക് ചേർക്കില്ലല്ലോ. അപ്പോൾ ഒരു ശകലം മുളക് പൊടി. നമ്മളങ്ങനെ ഇനി ഒരു റെഡിഷായിട്ടിരിക്കുന്ന തോരനാണ് കുറച്ചുകൂടെ നല്ലത്, നല്ല ടേസ്റ്റാണ്. ഇതിപ്പം നമ്മളെന്ത് പുതിയ ഐറ്റംസ് കഴിച്ചാലും നമ്മുടെ അമ്മയൊക്കെ കൊച്ചിലേ ഉണ്ടാക്കി തന്നിരുന്ന ആ ഒരു കറികളുടെയൊക്കെ ടേസ്റ്റ് എന്ത് കഴിച്ചാലും അത് നമുക്കതൊരു സാറ്റിസ്ഫൈ ആകത്തില്ല. അപ്പോൾ ഇതേ രീതിയാണ് ഞാൻ തോരൻ തയ്യാറാക്കുന്നത്. അപ്പോൾ എണ്ണ ഒഴിച്ചു, കടുക് നല്ലതായിട്ട് പൊട്ടണം. കടുക് പൊട്ടാതെ ബാലൻസ് നിൽക്കരുത്, അങ്ങനെയാണ് മുതിർന്നവർ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കടുക് പൊട്ടാതെ കറികളിൽ ഉപയോഗിച്ചാൽ അതൊരു പോയിസൺ മാതിരിയാണ്. അപ്പോൾ നമ്മൾ കടുക് നല്ലതായിട്ടൊന്ന് പൊട്ടിച്ച് വറ്റൽമുളക് ഇട്ട് മൂത്തു വരുമ്പോൾ ഒരു ശകലം ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നല്ലതായിട്ട് വഴറ്റുമ്പോൾ ഒരു ചെറിയ സവാള ആയാലും മതി, കൊത്തിപ്പൊടിച്ചരിഞ്ഞ് നല്ലതായിട്ട് വഴണ്ട് വരുമ്പോൾ അതൊരു തോരനൊരു ടേസ്റ്റാണ്. ഇനി നമ്മൾ നമ്മുടെ മുരിങ്ങയില അതിനകത്തോട്ട് താളിച്ചതിനകത്തോട്ട് ചേർക്കാം. ഇത് നമ്മൾ ഒരുപാട് അടച്ചൊന്നും വെക്കേണ്ട, വലിയ വേവില്ല, പച്ച കെട്ടാൻ മാത്രം മതിയല്ലോ. അതിൻ്റെ പച്ചയൊന്ന് കിടണം, അത്രയേ ഉള്ളൂ. നമുക്ക് പരിപ്പും ചീരയും കൂടെയും തോരൻ വയ്ക്കാം, പരിപ്പ് വേവിച്ച്. ഇത് ഞാൻ നല്ലതായിട്ടിട്ട് നമ്മുടെ ആവശ്യത്തിന് ചില ഉപ്പിട്ട് ഒന്നും കൂടെ ഇളക്കി തോർത്തിയെടുത്താൽ മതി. പിന്നെ നമ്മൾ തോരനെ ചതയ്ക്കുന്ന പോലെ മിക്സിയിൽ ഒരൊറ്റ കറക്ക് കണ്ടോ ഇതുപോലെ പൊടിച്ച് ഒന്ന് ചതച്ചേച്ച് നമ്മളിതിനകത്തോട്ട് അങ്ങ് ആഡ് ചെയ്തു. ഒന്ന് ആവി കയറണം, കാരണം അരപ്പിൻ്റെ ഒന്ന് പച്ച കിടണമല്ലോ. കൂട്ടി വെച്ച് ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റിയിട്ട് ഞാൻ നല്ലതായിട്ട് തോർത്തി എടുക്കുമ്പോൾ നമ്മുടെ അടിപൊളി തോരൻ തയ്യാർ. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ശരീരത്തിന് വളരെ ഗുണമുള്ളതല്ലേ നമ്മുടെ മുരിങ്ങയിലെന്ന് പറയുന്നത്. സോപ്പ് വെച്ച് കുടിക്കാനും ഒക്കെ നല്ലതാണ്. മുരിങ്ങയില കറി വയ്ക്കാനും നല്ലതാണ്. കണ്ടോ, അടിപൊളിയായിട്ടില്ലേ? എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്തു. താങ്ക് യു ഫ്രണ്ട്സ്.